എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് cap.mgu.ac.in/ugcap2025/login.jsp എന്നുള്ള ലിങ്ക് മുഖേന ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജൂൺ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷനോ അതല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷനോ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ പെർമനന്റ് അഡ്മിഷനും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഓപ്ഷനുകളാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ആവശ്യമുള്ളവർക്ക് ടെമ്പററി അഡ്മിഷനും അല്ലാത്തവർക്ക് പെർമനന്റ് അഡ്മിഷനും നേടാവുന്നതാണ്. പെർമനന്റ് അഡ്മിഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് ഈ ജൂൺ 25-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. ടെമ്പററി അഡ്മിഷൻ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് ടെമ്പററി അഡ്മിഷൻ തിരഞ്ഞെടുത്ത ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്തതിൻ്റെ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഓണേഴ്സ് ബിരുദ ഏകജാലം നാളിതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്നവർക്ക് അതുപോലെ തന്നെ മുമ്പ് അപേക്ഷിച്ചിരുന്നവർക്കും എല്ലാ വിഭാഗം അപേക്ഷകർക്കും വീണ്ടും അപേക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഓപ്ഷനുകൾ നൽകുന്നതിനുമുള്ള അവസരം ജൂലൈ 1 മുതൽ 3 വരെ ലഭ്യമായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ cap.mgu.ac.in/ugcap2025/login.jsp എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അഥവാ നിങ്ങൾ പാസ്വേഡോ ആപ്ലിക്കേഷൻ നമ്പറോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഐ എന്നുള്ള cannot access account എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ റീസെറ്റ് മൈ പാസ്വേഡ് എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് മറന്നുപോയതാണെങ്കിൽ റീസെറ്റ് മൈ പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ അതായത് ആപ്ലിക്കേഷൻ നമ്പറാണ് മറന്നുപോയതെങ്കിൽ ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പാസ്വേഡ് മറന്നുപോയി എന്നുള്ളതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ എന്താണ് അത് കൊടുക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ കാണാം, അതിൻ്റെ ആൻസർ എന്താണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് വരുന്ന പേജിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് അതായത് പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ പേജിലേക്ക് പോകാനായിട്ട് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, അത് ലോഗിൻ സെലക്ട് ചെയ്യുക, സ്റ്റുഡൻറ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷനും അതല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ SC/ST വിഭാഗമാണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ 1575 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള പേജിൽ നിങ്ങളോട് ഈ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ ചോദിക്കും. അത് നിങ്ങൾ ഏത് മോഡിലാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മോഡ് ഓഫ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പററി അഡ്മിഷൻ ഉണ്ട്, പെർമനന്റ് അഡ്മിഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ പെർമനന്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പെർമനന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ അഡ്മിഷന് വേണ്ട ഡോക്യുമെൻസും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനിയിപ്പോൾ നിങ്ങൾ ടെമ്പററി ആണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീസ് അടക്കുക. ഫീസ് അടച്ച ശേഷം മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് ടെമ്പററി അഡ്മിഷൻ എന്ന് സെലക്ട് ചെയ്യുക. ടെമ്പററി അഡ്മിഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് വേണമെങ്കിൽ അഡ്മിഷൻ നേരിട്ട് പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ കൺഫേം ചെയ്യും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളായിരുന്നാലും ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളായിരുന്നാലും നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് അതായത് നിങ്ങൾ അഡ്മിഷൻ അവിടെ കോളേജിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് നൽകുന്ന അതായത് ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാണ്. അപ്പോൾ ആ ഒരു പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 25-ാം തീയതി വൈകുന്നേരം 4 മണി വരെ മാത്രമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അത് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ TC അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഇക്വലന്റ് എക്സാമിനേഷൻ്റെ മാർക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ അതില്ല എങ്കിൽ ഡിജി ലോക്കറിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിജി ലോക്കറിൽ നിന്നും നിങ്ങൾക്ക് +2ൻ്റെ മാർക്ക് ലിസ്റ്റ് വേണമെങ്കിൽ ആ +2 സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒറിജിനൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇക്വലൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ, അത് തുല്യതാ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടതാണ്. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും എക്സാമിനേഷൻ ബോർഡ്, CBSE, ICSE, അതുപോലെ തന്നെ CISE, അതുപോലെ തന്നെ അതായത് +2 തുല്യത, അതുപോലെ തന്നെ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കേരളത്തിലാണ് പഠിച്ചതെങ്കിൽ കേരളത്തിന് പുറത്ത് ഉള്ള വിവിധ ബോർഡുകളിൽ പഠിച്ചവർക്കാണെങ്കിലാണ് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് CBSE പോലുള്ള വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അതുപോലെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ SCBC, അതായത് OBC, അതുപോലെ തന്നെ OEC, ഇതുപോലെ വിവിധ വിഭാഗങ്ങൾക്കായിട്ട് അഡ്മിഷനായിട്ട് വേണ്ടത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് ഫീ കൺസെഷൻസും അതുപോലുള്ള മറ്റ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ 1 വർഷത്തെ വാലിഡിറ്റി മാത്രമാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളത്. അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ്, അതുപോലെ വെയിറ്റേജിന് മാർക്കോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ബോണസ് പോയിന്റ് എന്ന് പറയുമ്പോൾ NCC, NSS, അതുപോലെ തന്നെ SPC ഇതുപോലുള്ളവയ്ക്കൊക്കെ ബോണസ് പോയിന്റ്, അതുപോലെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ റിസർവേഷൻസിൻ്റെയോ മറ്റോ ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ജൂൺ 26 ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ജൂൺ 25 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ഒന്നുകിൽ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കോളേജിൽ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നേരിട്ട് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനോ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.